തിരുവല്ലാമല യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി കെ ശിവദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാരണം ക്ഷേമനിധി അടയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളോ അതുകൊണ്ടുള്ള കാര്യങ്ങളോ ജനങ്ങളിലേക്ക് ഇനിയും എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം. ക്ഷേമനിധി എടുക്കാൻ നമുക്ക് എന്താ കാര്യം ചിന്തിക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള മീറ്റിങ്ങിലോ കാര്യങ്ങളോ വരാത്തത്. എന്നാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് രാഷ്ട്രീയക്കാരുടെ ഒരു മീറ്റിംഗാണ് നടക്കുന്നത്, ഒരു തൊഴിലുറപ്പിന്റെ മീറ്റിംഗാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ നടന്നു കഴിഞ്ഞ് ജനം ഉണ്ടാവും. എന്താ പറയുന്നത്? ആ മീറ്റിങ്ങിന് വന്നെങ്കിൽ അവർക്ക് തൊഴിലുറപ്പിന് പോകാൻ പറ്റില്ല, പാർട്ടി കിട്ടില്ല. അങ്ങനെയുള്ള പ്രധാന കാര്യം വെച്ചിട്ട് അവര് തൊഴിലാളികളെ വിളിച്ചു വരുത്തുകയാണ്. നമ്മളത് ചെയ്യുന്നില്ല. ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമങ്ങളും നമ്മൾ നടത്തുന്നില്ല. അതിന്റെ ഫലമായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ മാത്രം ഈ തയ്യൽ തൊഴിലാളി ക്ഷേമനിധിക്ക് അംശാദായം അടയ്ക്കുന്ന വ്യക്തികൾ അവർക്കാണ് ഇതിന്റെ ഗുണം മുഴുവൻ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു മീറ്റിംഗ് വിളിച്ചാൽ വരാൻ സമയമില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. ഇവിടെ തൊഴിലാളികളിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും പ്രത്യേക കാണുന്നത്. അപ്പൊ എന്തെന്നാല് നമുക്ക് ശേഷം വന്ന പല സംഘടനകളും മീറ്റിംഗിൽ വരാത്തവർക്ക് ഇപ്പോൾ ഫൈൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഫൈനാണ് നമ്മളുടെ തന്നെ പല യൂണിറ്റുകളും ഫൈനാക്കിയിട്ടുണ്ട്. KSPA തിരുവല്ലാമല യൂണിറ്റ് വാർഷിക സമ്മേളനം ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് NR സാവിത്രി അമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എന്തെല്ലാം അനുകൂലങ്ങളുണ്ട്, ഇത് എല്ലാ കാര്യവും നമുക്ക് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഓരോരുത്തരെ വിളിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കാലിനും കൂടി കയറാൻ കൂടി പറ്റാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഇതിനോട് ചേരുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോഴാണ് നമുക്ക് എന്തെല്ലാം അനുകൂലങ്ങളെന്ന് നമുക്ക് മുഴുവൻ ആൾക്കാർക്ക് അറിയില്ല. അത് ഏത് സമയത്ത് എന്തൊക്കെ കൊടുക്കുന്നു, പൈസ അടക്കൽ മുടങ്ങിയ എന്താണ് അതിൻ്റെ നഷ്ടങ്ങൾ, പുതുക്കൽ സമയത്ത് നടത്തില്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെ സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി KC മുരുകേഷ് പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി P രാജകുമാരൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. കഴിഞ്ഞ 40 വർഷത്തോളമായി യൂണിറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച NR സാവിത്രി അമ്മയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കൂടാതെ സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകി അനുമോദിച്ചു. KSPA നേതാക്കളായ K ഉണ്ണികൃഷ്ണൻ, PS സുജ, B മണികണ്ഠൻ, PB ശകുന്തള തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പുതുവർഷത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് വാർഷിക സമ്മേളനം സമാപിച്ചത്.